സെമിനാരിയിൽ പഠിക്കുമ്പോൾ നാടക മത്സരത്തിന് കണ്ട ഒരു നാടകത്തിൻ്റെ ആശയം അന്ത്യത്താഴ് വേളയിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന യൂദാസിനെ കുറിച്ചായിരുന്നു. അത് കാണുമ്പോൾ യേശുവിൻ്റെ മുഖത്തുണ്ടാകുന്ന സങ്കടം നമ്മുടെയും കണ്ണു നിറയിക്കും. വരികൾക്കിടയിലുള്ള വായനയെ ബ്രദേഴ്സ് വളരെ നല്ല രീതിയിൽ അവതരിപ്പിച്ചു. അതിൻ്റെ തുടർച്ചയായി അവതരിപ്പിച്ചത് ഇന്ന് വിശുദ്ധ കുർബാനയ്ക്കിടയിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളായിരുന്നു. സംസാരിക്കുന്നതും മൊബൈൽ നോക്കുന്നതും വിശുദ്ധ കുർബാന സ്വീകരിക്കാതിരിക്കുന്നതും. അവിടെ ബലിയർപ്പകന് മാറ്റമില്ല, യേശു തന്നെ. വ്യക്തികൾ മാറിയെന്നേ ഉള്ളൂ. യൂദാസ് ഇറങ്ങിപ്പോയപ്പോൾ യേശുവിനുണ്ടായ അതേ ഭാവം, അതേ സങ്കടം ആ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കുമായിരുന്നു. യേശു പറഞ്ഞ വിവാഹവിരുന്നിൻ്റെ ഉപമയിൽ വിഭവസമൃദ്ധമായി വിരുന്നൊരുക്കി കാത്തിരിക്കുമ്പോൾ ക്ഷണിച്ചവർ കാരണങ്ങൾ പറഞ്ഞു ഒഴിയുകയാണ്. ഉപമയിലെ രാജാവിൻ്റെ വാക്ക് ശ്രദ്ധിച്ചോ? ക്ഷണിക്കപ്പെട്ടവർ അയോഗ്യരായിരുന്നു. ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് വിശുദ്ധ കുർബാനയെ ഒഴിവാക്കുമ്പോൾ യേശുവും പറയുന്നുണ്ടാകും, ക്ഷണിക്കപ്പെട്ടവർ അയോഗ്യരായിരുന്നു. ആ നാടകം ഓർമ്മിപ്പിക്കും പോലെ വിരുന്ന് ആസ്വദിക്കാൻ സാധിക്കാത്ത യൂദാസുമാർ. എൻ്റെ ഈശോയെ, വിശുദ്ധ കുർബാന യോഗ്യതയോടെ എന്നും സ്വീകരിക്കാൻ എന്നെ സഹായിക്കണമേ. ആമേൻ.